ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് എഗ് മോമോസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് ചെയ്യുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 4 മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. മുമ്പ് ഞാൻ ചിക്കൻ്റെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല കിടക്കാച്ച് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ മോമോ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ചിക്കിയെടുക്കണം. മുട്ട നന്നായിട്ട് ചെറിയതായിട്ട് നമ്മൾ തരിതരിയായിട്ടാണ് ചിക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ചിക്കി എടുത്തിട്ട് വരാം. ശരിക്കും നമ്മൾ ചിക്കൻ വെച്ച് ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെ മുട്ട വെച്ച് കിട്ടും. കാരണം ഇതിൻ്റെ ഫില്ലിങ്ങിന് വലിയ റോളില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കൊടുക്കുന്നത് മോമോസിൻ്റെ സോസും അതുപോലെ തന്നെ മയണൈസും ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വലിയ പീസായിട്ട് എല്ലാം കൈവച്ച് നന്നായിട്ട് ഒന്ന് തരിതരിയാക്കി എടുക്കുക, ഉടച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ട മെയിൻ സാധനമാണ് സോയാ സോസ്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോളൂ. നമ്മൾ മുട്ടയിലേക്ക് എന്തായാലും ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത്തവണ 2 കപ്പ് മൈദയിലാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ 1 കപ്പിലാണ് ചെയ്തത്. ഇവിടെ ആർക്കും മതിയായിട്ടില്ല കഴിച്ചിട്ട്. കാരണം അത്രയും ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ മോമോസ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ 2 കപ്പ് മൈദ വെച്ച് ചെയ്യുന്നുണ്ട്. അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നിങ്ങൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സാധാരണ മൈദ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് ഇത് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞ തവണ കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. 1-2 പേർക്ക് ഇഷ്ടമായിട്ടും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഇതൊരു ചൈനീസ് ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 95% ആൾക്കാർക്കും ഇത് ഇഷ്ടമാവും. കഴിച്ചവർക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുക. സാധാ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കുഴക്കുന്നത്. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളമാക്കി കുഴക്കണ്ട. കാരണം നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് ടൈറ്റായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ പരത്തിയെടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞൊക്കെ പോവും. അപ്പോൾ ചപ്പാത്തിനേക്കാൾ ഇത്തിരി വലുപ്പമുള്ള റോളാക്കിയിട്ടുണ്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം പൊടിയിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം പൊടിയിട്ടിട്ട് തന്നെ പരത്തിയെടുത്തോളൂ. കാരണം നമ്മളിത് കട്ട് ചെയ്തെടുത്ത് ആ ഫില്ലിങ്സൊക്കെ ചേർക്കുന്ന സമയത്ത് പിന്നെ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകരുത്. അതുകൊണ്ടാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. നമ്മളിത് കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളെങ്കിൽ നമ്മളിത് ചെയ്ത് വരുന്ന സമയത്ത് ആവിയിൽ വേവിച്ച് വരുന്ന സമയത്ത് മാവിന് ഭയങ്കര കട്ടിയായി പോവും. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല തിന്നാക്കിയാലാണ് കഴിക്കുമ്പോൾ നല്ല രസമുണ്ടാകും. തൊലിക്ക് അധികം കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴിഞ്ഞ തവണ ഞാൻ ചെയ്ത മോമോ എന്ന് പറയുന്നത് ഒരു നോർമൽ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ വേറൊരു ഷേപ്പിൽ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ആ മോമോസിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഈ വീഡിയോയിൽ ഞാൻ മോമോൻ്റെ സോസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല. കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ മയണൈസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെക്കാൻ നോക്കുക. എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രയും വെക്കുക. കാരണം അപ്പോഴാണ് രസം ഉണ്ടാവുക കഴിക്കാൻ. ഇനി നമുക്കിതൊന്ന് പ്ലീറ്റ് എടുത്തിട്ട് വരാം. നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കില്ലേ, അതേപോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്ലീറ്റ് എടുത്താൽ മതി. പക്ഷേ നമ്മൾ കഴിഞ്ഞ തവണ ഫുള്ളായിട്ട് പ്ലീറ്റ് എടുത്തു. ഇത്തവണ നമ്മൾ ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു പകുതി ആവുന്നത് വരെ ഇതുപോലൊന്ന് മടക്കി കൊടുത്താൽ മതി. ആദ്യത്തെ ഒരെണ്ണം ചെയ്യുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് കണ്ടാൽ മതി. അത് കുറച്ചുകൂടി ഈസിയാണ് അതിൻ്റെ ഷേപ്പ്.
അപ്പോൾ നമ്മൾ ഏകദേശം പകുതി വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കൊട്ട മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡ് നമ്മൾ ചെയ്തിട്ടില്ല, ആ സൈഡ് നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഈ ഷേപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. മേലെ ഇങ്ങനെ കട്ടിയായിട്ടൊരു ഭാഗം ഇരിക്കുകയൊന്നുമില്ല, എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷേപ്പിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് പ്ലീറ്റ് എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കൊട്ട മാതിരി ആവണം, ഒരു ഹാഫായിട്ട് നമ്മൾ ചെയ്തെടുക്കുക, പ്ലീറ്റ് എടുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടും. അപ്പോൾ നമ്മൾ അടുത്തത് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആവിയിലാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത്. ഇനി നമുക്കൊരു ആവിപാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ചിക്കൻ വെച്ച് ചെയ്യുന്ന സമയത്ത് പച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ 20-25 മിനിറ്റ് വേവിക്കുന്നുണ്ട്. ഇത് അത്ര നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10-12 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുമ്പോഴേക്ക് ഏകദേശം റെഡിയാവും. മാക്സിമം 15 മിനിറ്റ് മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം തന്നെ ചൂടോടെ എടുക്കണ്ട, ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഈ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി. നമുക്ക് ജസ്റ്റ് തൊട്ട് നോക്കുമ്പോഴും മനസ്സിലാവും കേട്ടോ ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും സെർവ് ചെയ്യുന്നുണ്ട്. സെർവ് ചെയ്യുന്നത് നമ്മുടെ മോമോ ചട്നിയുടെ കൂടെ ഷെഷ്വാൻ ചട്നിയും അതുപോലെ തന്നെ മയണൈസും കൂടിയാണ്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഒരു പ്ലേറ്റിൽ മോമോസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഈ ഷെഷ്വാൻ ചട്നിയും അതുപോലെ തന്നെ മയണൈസും മൊത്തമായിട്ട് ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.